കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യുവിനെതിരെ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നതിന് കാരണമായ പരാതി നൽകിയ മനോജ് ചേരുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും വിജിലൻസ് പരിശോധന നടത്തും. അലക്സിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം. ഗ്യാസ് ലോഡിനായിട്ടും ഒപ്പം ഓരോ ഗ്യാസ് ഏജൻസിയിലെയും കസ്റ്റമേഴ്സിനെ മറ്റ് ഗ്യാസ് ഏജൻസികൾക്ക് മറിച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് ഇയാൾ ഈ കൈക്കൂലി വാങ്ങിയിരുന്നത്. കവടിയാർ സ്വദേശിയിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങുന്നതിനിടെയാണ് ഇന്നലെ അലക്സ് അറസ്റ്റിലായത്. പരാതിക്കാരൻ മനോജ് എസ് ചേരുന്നു തത്സമയം. മനോജ്, ഗുഡ് മോർണിംഗ് മനോജ്. എന്തായാലും ഇതേപോലൊരു ഉദ്യോഗസ്ഥനെ കുടുക്കാൻ കാരണം താങ്കളുടെ പരാതിയാണ്. താങ്കൾ ഇത് ഇപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുമായിരുന്നു എന്നാണ് പലരും എനിക്ക് മെസ്സേജ് അയച്ചത്. കാര്യം ഇയാളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ പരാതി കൊടുക്കാൻ ഭയവുമാണ്. മനോജ് ഏതു ഘട്ടത്തിലാണ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് മനോജ്? ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് തന്നെ. അതല്ലാതെ ഒരു മറ്റു മാർഗം പിന്നെ എൻ്റെ മുന്നിലില്ലായിരുന്നു. അദ്ദേഹം 10 ലക്ഷം രൂപ എന്നോട് പുള്ളിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം ഞാൻ അന്നുണ്ടായിരുന്ന ഡിവിഷണൽ ഹെഡിന് ഒരു മെയിൽ അയച്ചിരുന്നു. എൻ്റെ സെയിൽസ് ഓഫീസറുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. ഡിവിഷണൽ ഹെഡിന് ഞാൻ മെയിൽ അയച്ച് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്, നേരിട്ട് സംസാരിക്കാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ അയച്ചിരുന്നു. അതിൻ്റെ ഡേറ്റ് മെയിലുണ്ടാവും. എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരുപക്ഷെ അന്ന് ഒരു അപ്പോയിൻമെൻറ്റ് തന്നിരുന്നെങ്കിൽ ഇതൊരു ഇന്റേണൽ എൻക്വയറിയിൽ ഇത് അവസാനിക്കുമായിരുന്നു. ഈ ഡിവിഷണൽ ഹെഡിൽ മനോജ് മെയിൽ അയക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? എത്ര നാൾ മുമ്പാണ്? ഒരു 3-4 മാസത്തിനുള്ളിലാണ്. ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട്. അപ്പം ഇതിനു മുൻപേ തന്നെ ഇയാളുടെ ശല്യം തുടങ്ങിയിരുന്നു അല്ലേ? ഒരു സെക്കൻഡ്, ഡേറ്റ് ഇപ്പൊ പറയാം. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇയാളുടെ ശല്യം എങ്ങനെയായിരുന്നു? മനോജിന് ഒരു ഫോൺ കോൾ വന്നതാണ്. മനോജ് ഇപ്പോൾ ലൈവിലാണ്. മനോജ് ഇപ്പോൾ ഒക്ടോബർ 7-നാണ് ഞാൻ ആ മെയിൽ അയച്ചത്. പറഞ്ഞു ഒക്ടോബർ 7-നാണ് ഞാൻ ആ മെയിൽ കൊടുക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇയാൾ ശല്യപ്പെടുത്തി തുടങ്ങിയിരുന്നത് മനോജ്? 7-ാം തീയതി 2013, 2012, 13, 14 കാലഘട്ടത്തിൽ കൊല്ലം പ്ലാന്റിൽ പ്ലാനിംഗ് ഓഫീസറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ലോഡ് സെയിൽസ് ഓഫീസർ പ്ലാനിങ് കൊടുത്താലും പ്ലാന്റിലിരിക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറ്റുമായിരുന്നു. അപ്പോൾ ലോഡ് കിട്ടാതെ വരുമ്പോൾ പ്ലാന്റിൽ വിളിക്കും. സെയിൽസ് ഓഫീസർക്ക് ചോദിക്കുമ്പോൾ പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്, ലോഡ് അയക്കുമെന്ന് പറയും. അന്ന് ഈ പ്രൊഡക്ഷൻ കുറവാണ്, ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് ലോഡിന് വിളിക്കുമ്പോൾ പറയും, നിങ്ങൾ ഇങ്ങനെ വിളിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ വന്നൊന്ന് കാണണം എന്ന് പുള്ളി പറയുമായിരുന്നു. അതാണ് പുള്ളിയുടെ ഒരു രീതി. ഇങ്ങനെ വിളിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ കാണണം കേട്ടോ എന്നാണോ ലൈൻ? കാണണമെന്ന് പുള്ളി പറയുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ചെറിയ തുകകളായിരുന്നു പുള്ളി വാങ്ങിയിരുന്നത്. ഇത്രയും വലിയ ഭീമമായൊരു തുക വരില്ലായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ മറ്റുള്ള ഏജൻസികളിൽ നടക്കുന്ന ഇയാൾ വാങ്ങുന്നത് എത്ര തുകയായിരുന്നു? ആ ഘട്ടത്തിൽ വേറെ എത്ര രൂപ വാങ്ങുമായിരുന്നു മനോജ്? ഇപ്പൊ താങ്കളുടെ അല്ല, മറ്റു ഏജൻസികളാണെങ്കിൽ എല്ലാവരുടെയും പുള്ളി പൈസ അന്ന് ഈ മറ്റേ ഏജൻസികളിൽ നിന്ന് 10,000, 5,000, 20,000 ഒക്കെ വെച്ച് വാങ്ങും എന്ന് അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു 2-3 വർഷത്തിനുള്ളിലാണ് പുള്ളി തിരിച്ച് വീണ്ടും പ്രൊമോഷനോടുകൂടി കൊച്ചിൻ ഏരിയ ഓഫീസിലേക്ക് വരുന്നത്. ഓക്കെ. ഇത്രയും ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വിളിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. സെയിൽസ് ഓഫീസറാണ് ഞങ്ങൾ നിരന്തരം വിളിക്കുക. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ബിസിനസ് ഇത് നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ തരുന്നതും ലോഡ് പ്ലാൻ ചെയ്യുന്നതും. ശേഷം മനോജിനെ ആദ്യം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ? പുള്ളി വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും മറ്റ് ഡിസ്ട്രിബ്യൂട്ടർമാരെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ഒരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യും പുള്ളി. എന്നിട്ട് കുറേശ്ശെ പുള്ളി ഇങ്ങനെ പറയും, നിങ്ങൾക്ക് കസ്റ്റമർ കൂടുതലാണ്, നിങ്ങൾ ഇന്ന് കസ്റ്റമറെ ട്രാൻസ്ഫർ ഇങ്ങനെ കമ്പനി ആലോചിക്കുന്നുണ്ട്, അടുത്തുള്ള ഏജൻസികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. അത് എന്തായാലും ഞാനുള്ളപ്പോൾ അതൊന്നും ചെയ്യത്തില്ല, നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കിട്ടുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം പുള്ളി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിന്ന് പൈസ ആവശ്യപ്പെടും. എൻ്റെ ഏജൻസിയിൽ നിന്ന് പുള്ളിയുടെ വീട്ടിൽ തന്നെ ചിലവന്നൊരു പുള്ളിയുടെ വീട്ടിൽ തന്നെ വിളിച്ചു വരുത്തി, ഇന്ന് വരണം, ഒരു അത്യാവശ്യമുണ്ട്, കാണണം എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെടുന്നത്.
അതെ 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 അമ്പാടി റിട്രീറ്റ് എന്ന് പറയുന്ന ചിലവന്നൂരുള്ള ഒരു വില്ലയിലാണ് പുള്ളി താമസിക്കുന്നത്. രഞ്ജി പണിക്കരൊക്കെ താമസിക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ്. അവിടെ വിളിച്ചിട്ടാണ് പൈസ ആവശ്യപ്പെട്ടത്. പുള്ളി അത് എങ്ങനെയാ അവതരിപ്പിക്കുന്നത്? വളരെ വിജിലന്റ് ആണ് പുള്ളി. വിളിച്ച് പൈസ ആവശ്യം ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ബാഗും ഫോണും ഒക്കെ അവിടെ വെക്കാൻ പറയും. നമുക്ക് വെറുതെ നടക്കാമെന്ന് പറയും. അപ്പോൾ നടക്കുന്ന കമ്പനി പൈസ ചോദിച്ചത് ഞാനത് കൊടുക്കാൻ പറ്റില്ല എന്ന് പുള്ളിയോട് പറയുകയും ചെയ്തു. അപ്പോൾ എത്ര രൂപയാണ് ചോദിച്ചത്? അതിനുശേഷം കുറച്ച് നാളായിട്ട് പിന്നെ വിളിക്കൂലായിരുന്നു. 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് കൊടുക്കാൻ വൈകിയപ്പോൾ സെയിൽസ് ഓഫീസറെ കൊണ്ട് കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്യിച്ചു. 1200 1800 വെച്ചിട്ട് 2 ഏജൻസിയിലേക്ക് കുറച്ച് കസ്റ്റമറെ മാറ്റി. അതിന് ഒരാഴ്ച കഴിഞ്ഞ പുള്ളി എന്നെ വിളിച്ചു, ഒന്നും അറിയാത്തതുപോലെ വിളിച്ചിട്ട് അവസാനം പുള്ളി തന്നെ പറഞ്ഞ് കുറച്ച് കസ്റ്റമറെ മാറ്റിയില്ല, അന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ നമുക്കതൊക്കെ ഇടപെട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കാമായിരുന്നു എന്ന് പറയും. അത് ഇന്ത്യൻ ഓയിലുള്ള മറ്റ് ഓഫീസേഴ്സിനെയും പുള്ളി തെറ്റിദ്ധരിപ്പിക്കും. ഈ കസ്റ്റമർ മറ്റ് ഏജൻസിയിലൊന്നും വയബിൾ അല്ല, അപ്പോൾ സ്ട്രെങ്ത് ഉള്ളിടത്തു നിന്നൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറയുകയും അതനുസരിച്ച് അവരുടെ മൈൻഡ് മേക്കപ്പ് ചെയ്ത് വയ്ക്കും പുള്ളി. ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ പോലും അറിയാതെ തന്നെ അവരെ കൊണ്ട് അതിനുള്ള ഓർഡർ വരെ ഇറക്കിക്കും പുള്ളി. 10 ലക്ഷം രൂപ ആവശ്യപ്പെടുമ്പോഴേ എന്തെങ്കിലും ഒരു കാരണം പറയുമല്ലോ, ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ പറഞ്ഞാണോ ആവശ്യപ്പെടുന്നത്? അത് കാരണം ഇതാണ്. അതെ 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 നിങ്ങളുടെ ഏജൻസിയിൽ കസ്റ്റമർ സ്ട്രെങ്ത് കൂടുതലാണ്, വീണ്ടും കസ്റ്റമറെ മാറ്റും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ പൈസ തന്നാൽ ഞാൻ അത് ഉള്ള കാലത്തോളം ഞാൻ അത് പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പുള്ളി പറയും. അപ്പൊ 10 ലക്ഷം രൂപ ചോദിച്ചു, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പുള്ളി എങ്ങനെയാ വിശ്വസിപ്പിച്ചത്? പിന്നീട് എന്താ സംഭവിച്ചത്? അല്ല, ഞാൻ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറ് നമുക്ക് നേരിട്ട് കാണാം സാറ്, സൗകര്യം പോലെ കാണാമെന്ന് പറഞ്ഞു. സാറ് തിരുവനന്തപുരത്ത് വരുമ്പോൾ വിളിച്ചാൽ മതി, നമുക്ക് കാണാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാവിലെ പുള്ളി എന്നെ വിളിക്കുകയായിരുന്നു. പുള്ളി വിളിച്ച് പെട്ടെന്നായിരുന്നു പുള്ളി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പൈസ തരണം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യും വല്ലതും ചെയ്യുമെന്നൊരു ധാരണ പുള്ളിക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ബാക്കി അപ്പം ഞാൻ പറഞ്ഞു, സാറ് വന്നോളൂ, നമുക്ക് നേരിട്ട് കാണാൻ സംസാരിക്കാം. എത്ര രൂപ തരാം? ആദ്യം 2 ലക്ഷം രൂപ തരാം, അങ്ങനെ വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പുള്ളി 10 ലക്ഷം കിട്ടുമെന്ന് കരുതിയാണ് വന്നത് എന്നാണ് പുള്ളിയോട് അന്ന് നേരിട്ട് പറഞ്ഞിരുന്നത്. ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരത്തില്ല പുള്ളി. അപ്പൊ രാവിലെ ഫോൺ ചെയ്യുന്നു, അതിനുശേഷം ഈ പൈസ വാങ്ങാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വണ്ടി എടുത്തു വരുന്നു അല്ലേ? മാത്രമാണ് വരുന്നത്. ഇല്ലെങ്കിൽ DGM ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെയും വിളിക്കാറില്ല. കമ്പനിയിലെ ഇന്ത്യൻ ഓയിലിൽ എല്ലാ ഉദ്യോഗസ്ഥരും വളരെ നല്ലവരാണ്. ഇദ്ദേഹം മാത്രമാണ് അത് കറപ്റ്റായിട്ടുള്ളത്. അവരെല്ലാം ഒരു മീറ്റിങ്ങിൽ വെച്ച് മാത്രമാണ്, ഒരു 10, 50, 30 പേരുള്ള ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു വീട്ടിൽ വരുന്ന സമയം അപ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചു, വിജിലൻസിനെയൊക്കെ അറിയിച്ചു. താങ്കളും വിജിലൻസും തയ്യാറായിരുന്നു. വിജിലൻസ് നേരത്തെ തന്നെ മുറിക്കുള്ളിലൊക്കെ വന്നോ? വീടിനുള്ളിൽ തന്നെ കയറിയോ വിജിലൻസ് ഉദ്യോഗസ്ഥരൊക്കെ? അതെ 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 വിജിലൻസ് നന്നായി സഹകരിച്ചു. അവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ, എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. അവരത് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ വന്നത്. അവർക്ക് വലിയൊരു തയ്യാറെടുപ്പിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അന്ന് രാവിലെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചില ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് വേണമോ വേണ്ടോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് വന്നപ്പോൾ തന്നെ സമയം വൈകിപ്പോയി. വൈകിയെങ്കിലും അവരെല്ലാം നന്നായി സഹകരിച്ചു, വളരെ നന്നായി കോപ്പറേറ്റ് ചെയ്തു. ഇയാൾ വന്നിറങ്ങുന്നു. ഇനി വന്നിറങ്ങിയതിന് ശേഷം എന്താ സംഭവിച്ചത് മനോജ്? വന്നിറങ്ങി അപ്പോൾ പുള്ളി, ഞാൻ വരുന്ന വഴിക്ക് തന്നെ പുള്ളി റോഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, സാറ് കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു, സാറ് ഞാൻ വീട്ടിലോട്ട് എത്തുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. നിർത്തിയതും പുള്ളി എന്നോടൊപ്പം തന്നെ അകത്ത് കയറി ഷേക്ക് ഹാൻഡ് കൊടുത്തു. ആ പുള്ളിക്ക് അറിയാം വീട്, ഇതിന് മുൻപ് പുള്ളി വന്നിട്ടുണ്ട്. മനസ്സിലായി. അപ്പം പുള്ളി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ വന്നു, ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നു. മനോജ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അല്ലേ? അതിനുശേഷം വീട്ടിലേക്ക് കയറി. അപ്പോൾ അതെ 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 അപ്പോൾ വിജിലൻസ് പറഞ്ഞതനുസരിച്ച് ഞാൻ നോട്ട് കെട്ടുകൾ വണ്ടി വെച്ചിരുന്നു. അത് എടുത്തപ്പോൾ അവിടെ വെച്ച് തന്നെ പുള്ളി എൻ്റെ അതങ്ങ് പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് പൈസ. വേറൊന്നുമില്ല, ഞാനങ്ങ് പോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ വരും, നമുക്ക് വീട്ടിൽ ഇരിക്കാൻ 10 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതെ അതെ അതെൻ്റെ CCTV വിഷ്വൽസ് എടുത്ത് അതിനകത്തുണ്ടാവും, പുറത്ത് പുള്ളി എൻ്റെ പൈസ വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ.
അതായത് അതിനുശേഷം ഞാൻ പറഞ്ഞു അല്ല നമുക്ക് അകത്തിരിക്കാന്ന് പറഞ്ഞു. ഈ പൈസ ഈ 2 ലക്ഷം തന്നെ കെട്ടെടുത്ത് കൊടുത്തു. 500 രൂപയുടെ കെട്ടായിരുന്നു അല്ലേ? ഈ കെട്ട് ബാഗ് തുറന്നപ്പോ തന്നെ ആക്രാന്തത്തോടു കൂടി അത് കെട്ട് ഞാൻ വീടിനകത്തോട്ട് കെട്ട് ഞാൻ വീട്ടിനകത്തോട്ട് കൊണ്ടുവരാനുള്ള ഇത് സാവകാശം പോലും പുള്ളി തരാതെ അപ്പോഴേ വാങ്ങാൻ ശ്രമിക്കുകയാണ്. അത് പേപ്പറിൽ പൊതിഞ്ഞിട്ടും ഇല്ല. അപ്പൊ പൊതിഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ പേപ്പറും എടുത്ത് പൈസയായിട്ട് ഞാൻ പറഞ്ഞു സാറേ അകത്തിരുന്ന് തരാം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വാങ്ങിയത് 4 കെട്ട് ഒരാളുടെ പാന്റിന്റെ പോക്കറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഇല്ല ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കുറച്ചേ ഉള്ളൂ, ബാക്കി ഞാൻ പിന്നെ നോക്കാം, ഇനി എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് ഇനി ഒരു പൈസയും തരാനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എന്നെ നടത്താൻ അനുവദിക്കണം, ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് ചിരിച്ചുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് പോക്കറ്റിലോട്ട് വെക്കുന്നു. പക്ഷേ എല്ലാം കൂടെ പോക്കറ്റിൽ കൊള്ളുന്നില്ല, ഒരു കെട്ട് താഴെ വീഴുന്നു. വീണ്ടും പുള്ളി അത് എടുത്തിട്ട് ഇത്രയും പൈസയോട് ആക്രാന്തം ഒരു ആർത്തിയുള്ള ഒരാളെ കൈക്കൂലി വാങ്ങിക്കുന്നതിനും ഒരു മര്യാദയൊക്കെ ഇല്ലേ? എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇത് പോക്കറ്റിൽ തിരികെ വെക്കുന്നു. എന്നിട്ട് ഒരു സാവകാശമൊക്കെ വേണമല്ലോ. അതെ അതെ. ഇതിന് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അവിടെ ഇരുന്നു. എന്നിട്ട് അതെ പോക്കറ്റിൽ തിരികെ വെക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു വെള്ളം കുടിക്കാന്ന് പറയുന്നു. അപ്പൊ തന്നെ വിജിലൻസ് ഉണ്ടായിരുന്നു. അവർ അപ്പോഴേ പുള്ളിയെ ഈ വിജിലൻസിനെ കണ്ടപ്പോ പുള്ളിയുടെ ഒരു പ്രകടനം എന്തായിരുന്നു? പുള്ളി വളരെ കൂളായിരുന്നു. പുള്ളി വലിയ ഓഫീസറല്ലേ, പുള്ളി അതൊക്കെ പറഞ്ഞു ഞാൻ വലിയ ഓഫീസറാണ്. അപ്പൊ പുള്ളിയുടെ ധാരണ എന്താണെന്ന് എനിക്കറിയില്ല. വളരെ കൂളായിരുന്നു പുള്ളി. കാരണം പുള്ളി ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നൊരു ഇന്റേണൽ എൻക്വയറി കഴിഞ്ഞ് ഒക്കെ വന്ന ഒരാളാണ്. എനിക്ക് ലൂബിലോ സെർവ് അതുപോലുള്ള എന്തോ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെ പരാതിയൊക്കെ അതെൻ്റെ അറിവാണ്. അതിനുശേഷം ഇടുക്കിയിൽ ഒരു ഹൈ റേഞ്ച് ഗ്യാസ് ഏജൻസി പുള്ളി സൺഡേ പോയി കമ്മീഷൻ ചെയ്തിട്ട് മൺഡേയാണ് പുള്ളി എൻ്റെ പേപ്പറൊക്കെ ശരിയാക്കുന്നത്. എന്നിട്ട് സാധാരണ ഒരു ഏജൻസി കമ്മീഷൻ ചെയ്ത് ഒരു 5-6 മാസം കഴിഞ്ഞ് അടുത്ത ഏജൻസിയിൽ നിന്ന് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. പുള്ളി ഇവർക്ക് വിതരണം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും നോക്കാതെ അവരിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതിനെല്ലാം വ്യക്തമായ രേഖകളുണ്ടാകും. ഓക്കെ. അപ്പൊ അങ്ങനെ പൈസ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെ രക്ഷിക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇയാള്? ഒന്നും പറഞ്ഞില്ല. പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നെ പോകാൻ അനുവദിക്കണം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. തെളിവോടുകൂടി പിടിച്ചപ്പോ പിന്നെ ഈ പൈസ അല്ലാതെ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു? ചില വിവരങ്ങൾ, എനിക്ക് ചില മെസ്സേജുകളൊക്കെ വന്നു, ഇയാൾ ഇത്തിരി വില കൂടിയ മദ്യമൊക്കെ വാങ്ങിയിരുന്ന ആളാണ് എന്നതിൽ ചില മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. മദ്യം ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ പുള്ളി ഒരു ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആ സ്ഥലത്തെ പ്രധാന ക്ലബിലൊക്കെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി അങ്ങനെ ഒരു ക്ലബിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വലിയൊരു എറണാകുളത്തുള്ള ക്ലബിന്റെ പേരെന്താണെന്ന് അറിയില്ല. അത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കും, അതിലാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി പുള്ളി അവിടെ മദ്യപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ ഇരുന്നാണെന്ന് സംസാരിച്ചത്. പുള്ളി സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ചെയ്തതില്ലെങ്കിൽ ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥനെ പെൻഷനാകാൻ നിൽക്കുന്ന ഒരു 1-2 വർഷം പുള്ളിക്കാണ്. അല്ല, മനോജ് ചെയ്തത് മാതൃകാപരമായ ഒരു കാര്യമാണ്. അത് ഇയാൾ IOC മാത്രമല്ല, മറ്റ് ഗ്യാസ് ഏജൻസികളിലാണെങ്കിലും ശരി, മറ്റ് സർക്കാർ സർവീസുകളിലാണെങ്കിലും ശരി, ഉള്ളവരൊന്നും ഭയക്കണം. മനോജിനെ പോലുള്ളവർ ഇറങ്ങുമ്പോഴാണ് അതിനൊരു മാറ്റം ഉണ്ടാവുക. എന്തായാലും ഈ പൈസ കൊടുത്തു, ഇത് ചെയ്തു, ഇയാളെ കുടുക്കി. ഇന്ത്യൻ ഓയിലിൽ എൻ്റെ അറിവിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ ഡിവിഷൻ മാനേജർ അന്ന് എന്തുകൊണ്ടായിരിക്കും താങ്കൾ കണ്ട ഇമെയിലിന് മറുപടി നൽകാതിരുന്നത്? ഈ ഡിവിഷണൽ ഓഫീസർക്ക് താങ്കൾ ഒരു കത്തയച്ചിരുന്നില്ലേ? എനിക്കറിയില്ല. അന്നൊരു പക്ഷേ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് തന്നിരുന്നെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമായിരുന്നിരിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓക്കെ. എന്തായാലും തൽക്കാലം ഒരു തലവേദന ഒഴിഞ്ഞൊരു ആശ്വാസം ഉണ്ടല്ലേ മനോജിന്? പുള്ളിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നല്ല ടെൻഷനാണ് സാർ. എന്റെ ബിസിനസ്സാണ് എന്റെ ഉപജീവന മാർഗം. ഒന്നും സംഭവിക്കില്ല. IOC എന്താകുമെന്ന് എനിക്കറിയില്ല. നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും ഒക്കെ ഉണ്ടല്ലോ മനോജിനോടൊപ്പം. ഈ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും. പക്ഷേ ഇതേപോലെയൊക്കെ കഴുത്തറത്ത് വാങ്ങാനിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ പൊതുസമൂഹം ഒന്നും പൊറുക്കില്ല. IOC തന്നെ അക്കാര്യത്തിൽ താങ്കളെ അഭിനന്ദിക്കുമെന്നാണ് എൻ്റെ പക്ഷം. കാര്യം IOC പോലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് IOCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്
ശ്രദ്ധിക്കുന്നുണ്ടാവും. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പുഴിക്കുത്തിന് IOC എന്ന സ്ഥാപനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരു ക്യാൻസറിനെയാണ് താങ്കൾ ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. താങ്കളുടെ സ്ഥാപനത്തിനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. IOCയും താങ്കൾക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച ഒരാൾ IOCയിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. ഇയാളൊരു വേസ്റ്റാണ് സാറേ എന്ന് പറഞ്ഞാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചത്. ഇയാളെ കൊണ്ട് തോറ്റു, തലവേദനയാണെന്നാണ് പറയുന്നത്. അലക്സ് മാത്യു. അപ്പോൾ താങ്ക് യു മനോജ്. എന്തായാലും മനോജ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്തായാലും മനോജിൻ്റെ നീക്കം IOCയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ തനി സ്വരൂപം പുറത്ത് കാട്ടിക്കൊടുത്തു. ബിസിനസ്സൊക്കെ നന്നായി നടക്കട്ടെ. താങ്ക് യു മനോജ്. മനോജാണ് നമുക്കൊപ്പം ചേർന്നത്. മനോജിൻ്റെ പരാതിയിലാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥനായ അലക്സ് മാത്യുവിനെ കുടുക്കിയത്. എന്തോ ഒരു ആക്രാന്തമാണെന്ന് ആലോചിച്ച് നോക്കി. പെൻഷൻ പറ്റാനിരിക്കുക, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, IOC പോലൊരു സ്ഥാപനം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് 5000-10,000 വീതം നിരന്തരം പിരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കടും വെട്ടിനിറങ്ങിയിരിക്കുക. റിട്ടയർമെൻറ്റിന് മുമ്പ് 10 ലക്ഷം രൂപ വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറെ മാറ്റിത്തരും. ഇയാളിങ്ങനെ എത്ര ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങിയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ സമാധാനത്തിൽ ഉള്ളിലോട്ട് ഇറങ്ങൂ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലപ്പോഴും നമ്മളടക്കം മാധ്യമപ്രവർത്തകരടക്കം ഒരുപാട് പേര് പാലിക്കേണ്ട ഒരു മിനിമം സോഷ്യൽ പാസ് എന്ന് പറയും. നമ്മളൊരു മിനിമം മര്യാദയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പുറത്ത് ചെല്ലുന്ന സമയത്ത് സ്നേഹം കൊണ്ടായിരിക്കും ചില ആളുകളൊക്കെ ചായ ഫ്രീ ആയിട്ട് വാങ്ങിത്തരും, ഒക്കെ നല്ല കാര്യം. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നൊരു നിലപാടുണ്ട്. നിങ്ങൾ സൗജന്യമായ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ പുറത്ത് കൊടുക്കാം, അതല്ല. പക്ഷേ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങൾക്കൊരാൾ ഒരു കാര്യം തരുന്നുണ്ടെങ്കിൽ അയാൾ അതിനോടൊപ്പം ഒരാവശ്യവും പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരോടും ആളുകൾ സമീപിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹം നല്ല കാര്യമാണ്, സന്തോഷമുണ്ട്, പക്ഷേ ഈ പൈസ ഞാൻ കൊടുക്കും. അത് ഹോട്ടലുകളിലാണെങ്കിലും ശരി, നമ്മൾ ചെല്ലുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും ശരി, ആളുകളൊക്കെ നമ്മളോട് പറയും, ചേട്ടാ താങ്കൾ പൈസ ഒന്നും തരേണ്ട കാര്യമില്ല. പക്ഷേ ഒരിടത്തുനിന്ന് പോലും ഒരു നയാ പൈസ നിങ്ങൾ സൗജന്യം പറ്റരുത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മിനിമം ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് ഒരു വളരെ പ്രമുഖനായ മനുഷ്യൻ്റെ ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു പ്രതിഫല തുക അദ്ദേഹം കൊണ്ടു തന്നു, അദ്ദേഹത്തിൻ്റെ PS. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നമ്മുടെ ആവശ്യമല്ല. കാരണം ഇത് നമ്മുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ്, അതല്ലാതെ നമ്മൾ വന്നതല്ല. ഇതിൽ നിന്ന് ഒരു രൂപ നമ്മൾ കൈപ്പറ്റിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാവും. പിന്നീട് താങ്കൾ പറയുന്നൊരു കാര്യം എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അത് പാടില്ല. അപ്പോൾ നമ്മൾ തല ഉയർത്തി നിൽക്കുക. ഇത്തിരി പൈസ കുറഞ്ഞാലും ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഈ അലക്സ് മാത്യുവിന് ഇല്ലാതെ പോയത്. കഷ്ടം എന്ന്